ഹലോ ഫ്രണ്ട്സ്, ബീച്ചർ ഗാർഡൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ, മറന്നുപോലെ. നേരത്തെ ഒരു വീഡിയോ ഈ പപ്പായയുടെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഈൽഡ് ഇനി കണ്ടില്ലെന്ന് പറയണ്ട. അന്ന് കണ്ടോ, കണ്ട ആ കുള്ളം കപ്പയായിരുന്നു. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്, ബാലൻസാണ് പിടിച്ച് നിൽക്കുന്നത്. അപ്പം മണിക്കുട്ടൻ ചേട്ടൻ്റെ ഫീൽഡാണിത്. അപ്പം വാ മണിക്കുട്ടി ചേട്ടൻ ഇങ്ങോട്ട് വാ, നമുക്ക് പരിചയപ്പെടാം. കാര്യങ്ങളൊക്കെ ചോദിക്കണം. എങ്ങനെ എത്ര മൊത്തം എത്ര മൂടിട്ട്? മൊത്തം 40 മൂടിട്ട്. 40 മൂടിട്ട് ഇപ്പം മാർക്കറ്റ് എത്തിച്ചു തുടങ്ങി. ഇപ്പോൾ ഒത്തിരി എത്ര നാൾ കൊണ്ട് വിളവെടുക്കുന്നു? ഇപ്പം 2 മാസം കൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആവറേജ് എത്രയൊക്കെ കൊടുത്ത് കാണുമായിരിക്കും? എത്ര കിലോ കൊടുത്ത് കാണുമായിരിക്കും? 70 കിലോ കൊടുത്തു തുടങ്ങി. നല്ല സൈസാണല്ലേ? എത്ര സൈസ് പപ്പായ ഉണ്ട് ഇവിടെ? ആ, ഉണ്ട കപ്പയ്ക്കുണ്ട്. ഇത് എല്ലാം ഉള്ളെങ്ങനെ റെഡാണോ? അല്ലേ അല്ലേ? അപ്പോൾ എല്ലാ വിപണിയിലും സാധനം പോകുന്നുണ്ട്. ഓ ഓ, അപ്പോൾ എങ്ങനെ വളപ്രയോഗമൊക്കെ കൃത്യം നടക്കുന്നുണ്ടല്ലോ? വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇല്ലേ? ആ, പിന്നെ വവ്വാലിൻ്റെ ശല്യം ഉണ്ട്, അതാണോ കൂട്ടിട്ടേക്കുന്നത്? ഓ, വന്ന് കറയെല്ലാം ഒലിച്ചു പോയി പെട്ടെന്ന് പഴുത്ത് പണ്ടിലാവും അല്ലേ? ഓ ആ, അതുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ വേണ്ടി കവർ ഇടുക. ആ ഹാ ഹാ. അപ്പോൾ പിന്നെ എന്നാലും ഒരു ഇച്ചിരി ലാഭം വന്നു തുടങ്ങി ഇല്ലയോ? വന്നു തുടങ്ങി. ഇതുണ്ടല്ലോ, റെഡ് ലേഡി പപ്പായയാണ്. റെഡ് ലേഡി പപ്പായയുടെ സവിശേഷതകൾ എല്ലാവർക്കും അറിയാമല്ലോ. കുള്ളൻ സൈസും നല്ല വലിയ സൈസ് പപ്പായയാണ് പിടിക്കുന്നത്. അത് ഉള്ളു റെഡാണ്. ഒരുപാട് ദിവസം പഴുത്തിരിക്കും, കാരണം കെട്ടുപോകത്തില്ല. സാധാരണ പപ്പായ എല്ലാം കെട്ടുപോകും. ഇപ്പൊ റെഡ് ലേഡിയുടെ മാർക്കറ്റിംഗ് അതുകൊണ്ടാണ് നല്ല ഡിമാൻഡ് ഉള്ളത്. ഒരു പപ്പായ 2 കിലോ വരെ വരും. 50 രൂപയൊക്കെ മാർക്കറ്റിംഗ് വില പോകുന്നുണ്ട്, 60ഉം പോകുന്നുണ്ട്. അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കർഷകനത്. ഇതാണെങ്കിലുണ്ടല്ലോ WS46 ആണ് കേട്ടോ. എത്ര കിലോ വരും? എത്ര കിലോ വെയിറ്റ് വരും? എത്ര കിലോ വെയിറ്റ് വരും ഇതൊരെണ്ണം? ഇതിപ്പോ ഒരെണ്ണം ഉണ്ടല്ലേ, അതുകൊണ്ട് 2.5-3 കിലോ. തേങ്ങയുടെ സൈസ് അല്ലേ? മാർക്കറ്റിൽ വിപണിയിൽ ഇങ്ങനെ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇങ്ങനെ സൈസ് വ്യത്യാസം? സൈസ് വ്യത്യാസം. നീളമുള്ളതിന് ഒരു റേറ്റ്, അങ്ങനെ അല്ലയോ? ഇതിനൊരു വേറെ റേറ്റ്. എന്നാലും ആൾക്കാർക്ക് ഇഷ്ടം ഏത്? നീളമുള്ളതാണ് ഇഷ്ടം. ആ, അപ്പൊ ഇത് ഇത്രയും ഭാഗത്തെല്ലാം ഉണ്ടയായിട്ടാ വരുന്നല്ലേ? ഓ, ഒരു ചോട്ടിൽ നിന്ന് നിറച്ച് കാ പിടിച്ചു വരുന്നുണ്ടായിരുന്നല്ലേ? ഇതെല്ലാം പിച്ചിട്ട് ബാക്കിയല്ലേ ഇപ്പൊ? ഓ, ഇപ്പൊ 2 മാസം കൊണ്ട് വിളവെടുത്തതിന്റെ ബാക്കിയായത്. ആ ഹാ ഹാ. പപ്പായ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പപ്പായ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ചെയ്യണം. നല്ലതുപോലെ വളപ്രയോഗവും ചെയ്യണം. അപ്പം നല്ല ഈൽഡ് കിട്ടും. അപ്പം നല്ലൊരു വരുമാനം കർഷകന് അതിൽ നിന്ന് കിട്ടും. ഒരു പപ്പായ ഏതാണ്ട് 50 രൂപ 60 രൂപ റേറ്റിൽ പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും മാനേജ്മെന്റ് ഇല്ലാത്തൊരു ക്രോപ്പാണിത്. അത്യാവശ്യം വളം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. അപ്പം നഷ്ടമൊന്നും അല്ല പപ്പായ കൃഷി.